നിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. ദുബായില്, പിന്നെ ഇവിടെ ഗോവയില്. நான் இந்த வேலையை கொடுத்திருக்கிறது சாதாரண ஒருத்தக்கிட்ட இல்ல. ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ചാർട്ട് ചെയ്താണല്ലേ പണി. சொன்னா சொன்னபடி பிடிக்கிறேன். கில்லியத்தான் வேலைக்கு வச்சிருக்கேன். ഇന്നയാരാണ് പോലീസിന്റെ പണി വെച്ചത്? നിന്റെ തന്ത. സർ, 2-3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്നൈപ്പർ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തിരോധാന നാടകത്തിന് പിന്നിൽ നിങ്ങളുടെ മാഫിയ കണക്ഷനായ സാഗർ ഏലിയസ് ജാക്കി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാൽ സാർ ഇത് നിഷേധിക്കാനാവോ? ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അവരാര് തന്നെ ആയാലും നമ്മുടെ നാട്ടിലെ നിയമം എന്ന ലക്ഷ്യതയ്ക്ക് ഞാൻ അവരെ വിട്ടുകൊടുക്കില്ല. ഇറ്റ്സ് എ പ്രോമിസ്. ഇത് ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങിയായാലും ജാക്കിക്ക് ഒരേ മൈല. ഇതുവരെയുള്ള നിന്റെ പ്ലാൻസ് എല്ലാം കറക്റ്റായിരുന്നു. ഇതൊഴിച്ച് സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. അശ്വതി വർമ്മ. യു ആർ ആർഗ്യുമെന്റ്. ഗുഡ് നൈറ്റ്. ഐ ആം ജാക്കി. സാഗർ ഏലിയാസ് ജാക്കി. സാഗർ ഏലിയാസ് ജാക്കി. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. അവരൊന്ന് വിരലമർത്തിയാൽ എന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ പോസിൽ വരെ അടിച്ചു. ഞാനതറക്കും. വേറെ ഒരിക്കലും അതറക്കാനും പോകുന്നില്ല. ഈ പിള്ളേരെ കൂട്ടി സ്ഥലമെടുത്തു. നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്നുള്ളതാണ്. To see him off. ടീച്ചർ ഈ തെണ്ടിപ്പിള്ളേരെ വളർത്തുന്ന ഇടയില് ചിലരൊന്നും ഇവരെ വിട്ട് പോയില്ല. ടീച്ചറാണെ സ്വന്തം വീട്ടിൽ വരെ കൊടുത്ത് അവരെ മക്കളെ പോലെ അങ്ങ് വളർത്തി. അതിലൊരുത്തനായ ഇവൻ പണ്ട് കൊച്ചിയിലുണ്ടായ കലാപത്തില് ഇവന്റെ തന്തയും തള്ളയൊക്കെ കത്തിപ്പോ. ഇവൻ മാത്രം ബാക്കി വന്നു. പിന്നെ മൂത്തിരുത്ത അവിടെ എങ്ങനെ കുഴപ്പക്കാരന്. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. As I told you, see you in hell. And hell is right here, Naina. ഒറ്റ പേര്